ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഈസി ഹോംവർ. ഞാൻ കൃഷ്ണ. സോ എനിക്കൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ 12K സബ്സ്ക്രൈബേഴ്സ് ആയേക്കാണ്. ഈ ഒരു 20 ഡേയ്സിൽ നമ്മുടെ ചാനലിൽ 2000+ ന്യൂ സ്റ്റുഡൻസ് ആണ് ജോയിൻ ചെയ്തേക്കുന്നത്. എന്താ പറയുക, പ്രൗഡ് മൊമെൻ്റ് ആണ് ഞങ്ങൾക്ക്. ഓക്കെ, സോ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും താങ്ക്സ് ഉണ്ട്. ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചില ഒരുപാട് നമുക്ക് കമൻറ്റ് കിട്ടുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, വീണ്ടും വീഡിയോസ് വേണം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത്രയും കുട്ടികളത് റീച്ച് ചെയ്യാൻ പറ്റി എന്നുള്ളത് നമുക്ക് ഏറ്റവും പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. കാണുന്ന സമയത്തായിരിക്കും ഞാൻ എന്ത് ചെയ്യുക, റിപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇൻഡിജേഴ്സിലെ ഫസ്റ്റ് പാർട്ടെല്ലാം മീൻസ് കഴിഞ്ഞ ഇയറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് ചെയ്ത കാര്യം എനിക്ക് വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ കാണുന്നവരെന്ത് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി എന്ത് ചെയ്യുക, അതൊന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നത് ഞാൻ പറയുന്ന കാര്യം വീണ്ടും ഒന്നുകൂടെ കാണുന്നതും സെയിം ആണ്. ഓക്കെ, അപ്പോൾ എന്നിട്ടും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, സോ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. സോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചു നിർത്തിയത്? ഡൈജഷൻ ഇൻ ഹ്യൂമൻസ് പറഞ്ഞായിരുന്നു അല്ലേ? എന്താണ് ഡൈജസ്റ്റീവ് ട്രാക്ട് പറഞ്ഞു, ഡൈജഷൻ്റെ എന്താ ഗ്ലാൻസിനെ പറ്റിയിട്ട് പറഞ്ഞു. അതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്? ഡൈജഷൻ ഇൻ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ്. നോക്കാം എങ്ങനെയാണ് ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസിൽ ഡൈജഷൻ നടക്കുന്നതെന്നുള്ള കാര്യം. നോക്കിയേ, ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ഹ്യൂമൻസ്. ഹ്യൂമൻസിൽ നിന്നും ഡിഫറെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആനിമൽസ് ആർ ച്യൂയിങ് കണ്ടിന്യൂസ്ലി ഈവൻ വെൻ ദേ ആർ നോട്ട് ഈറ്റിംഗ്. കഴിച്ചില്ലെങ്കിൽ പോലും അവരെന്താണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസിനെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, ഇപ്പോൾ പശുവിനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ചുമ്മാ ഇങ്ങനെ എന്ത് ചെയ്യുക, ചൂ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ പക്ഷേ അതിൻ്റെ വായിലൊന്നും കാണില്ല, എങ്കിലും അതിങ്ങനെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ റീസൺ പറയാം. ദേ സ്വോളോ ദ ഗ്രാസ് വെരി ഫാസ്റ്റ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ എ ചേംബർ കാൾഡ് റൂമൻ. അപ്പോൾ കൊടുക്കുന്ന ഗ്രാസ് എന്ത് ചെയ്യും, പെട്ടെന്ന് അത് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ചേംബറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റൂമൻ. ഓക്കെ, RUMEN, റൂമൻ എന്നാണ് വിളിക്കുന്നത്. In the rumen, the bacteria partially digest the food and now it is called as gut. അപ്പോൾ ആ റൂമൻ്റെ അകത്തൊരു ബാക്ടീരിയ ഉണ്ട് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു, ഈ സ്വോളോ ചെയ്യുന്ന ഫുഡിനെ പാർഷ്യലി എന്ത് ചെയ്യുന്നു, ഡൈജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്ത ഫുഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കഡ് എന്ന്. ക്ലിയർ ആയോ? അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു. എന്താ പറഞ്ഞ, ദേ സ്വോളോ ദ ഗ്രാസ് വെരി ഫാസ്റ്റ് ആൻഡ് സ്റ്റോർ ഇൻ ചേംബറിന്റെ കാര്യം പറഞ്ഞു. ചേംബറിന്റെ പേര് റൂമൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തുണ്ട്, ഒരു ബാക്ടീരിയ ഉണ്ട്. ബാക്ടീരിയ എന്ത് ചെയ്യുന്നു, ഇതിനെ പാർഷ്യലി ഡൈജഷൻ ചെയ്യുന്നു ഫുഡിനെ. ആ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കഡ് എന്ന്. ക്ലിയർ? സോ നമ്മൾ പറഞ്ഞു പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്ത ആ ഫുഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കഡ് എന്നല്ലേ? ലേറ്റർ കട്ട് റിവേർട്സ് ടു ദി മൗത്ത് ആൻഡ് ആനിമൽ ച്യൂസ് ഇറ്റ് അഗെയിൻ സ്ലോലി. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോറേജ് ചെയ്ത് വെച്ചേക്കുന്ന ആ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് എന്ത് ചെയ്യുന്നു, വീണ്ടും തിരിച്ച് അതിന്റെ മൗത്തിലേക്ക് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും അത് എന്ത് ചെയ്യുക, ചവച്ച് നിൽക്കും. ഓക്കെ, ദിസ് ഫിനോമിനൻ ഈസ് റെഫേർഡ് ടു ആസ് റൂമിനേഷൻ. ഈ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേര്, ഈ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് എവിടെയുണ്ട്? റൂമനിലുണ്ട് അല്ലേ? അത് തിരിച്ച് വീണ്ടും എവിടെ വരുന്നു? ഈ അനിമലിന്റെ മൗത്തിലേക്ക് വരുന്നു, ആ കഡ്. ഓക്കെ, കഡ് റിവേർട്സ് ടു ദി മൗത്ത് ആൻഡ് അനിമൽ ച്യൂസ് ഇറ്റ് അഗെയിൻ സ്ലോലി. ഈ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റൂമിനേഷൻ. ആൻഡ് ദ ആനിമൽസ് ആർ കോൾഡ് വാട്ട്? റൂമിനൻസ്. അപ്പോൾ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റൂമിനൻസ് എന്ന്. ക്ലിയർ ആയോ? ദേ ഓൾസോ ഹാവ് വെരി ലോങ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ വിച്ച് ഹെൽപ്സ് ഇൻ കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് സെല്ലുലോസ്, ദ മെയിൻ കമ്പോണന്റ് ഓഫ് ഗ്രാസ്. അപ്പോൾ ഗ്രാസിലെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലുലോസ് ആണ്. അപ്പോൾ ആ സെല്ലുലോസിന്റെ ഡൈജഷൻ, കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നത് എവിടെയാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് നടക്കുന്നത്. ഭയങ്കര നീളം കൂടിയതാണ് എന്ത്? ഇതിന്റെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. ദേ ഓൾസോ ഹാവ് വെരി ലോങ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ വിച്ച് ഹെൽപ്സ് ഇൻ കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് വാട്ട്? സെല്ലുലോസ്, ദ മെയിൻ കമ്പോണന്റ് ഓഫ് ഗ്രാസ്. ഗ്രാസിന്റെ മെയിൻ കമ്പോണന്റ് ആണ് എന്തെന്ന് പറയുന്നത്? സെല്ലുലോസ്. മനസ്സിലായോ? അപ്പോൾ കഡ് എന്ത് ചെയ്യുന്നു, വീണ്ടും തിരിച്ച് മൗത്തിലേക്ക് എത്തുകയും ആനിമൽ ച്യൂസ് ഇറ്റ് അഗെയിൻ സ്ലോലി. ആ ഫിനോമിനെ വിളിക്കുന്ന പേരെന്താണ്? റൂമിനേഷൻ. അങ്ങനെയുള്ള ആനിമൽസിനെ വിളിക്കുന്ന പേരെന്താണ്? റൂമിനൻസ്. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ അല്ല ഞാൻ കൊടുത്തേക്കുന്നത്, പക്ഷേ ഗ്രാസ് ഈറ്റിംഗ് അനിമലിൻ്റെ തന്നെയാണ് കൊടുത്തേക്കുന്നത്, കൗവിൻ്റെയാണ് കൊടുത്തേക്കുന്നത്. സോ അതിൽ നിങ്ങൾക്ക് കാണാം ഈസോഫാഗസ് ഉണ്ട്, റൂമൻ കാണിക്കുന്നുണ്ട് ഇല്ലേ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ എല്ലാം കാണുന്നുണ്ട്, ഒമാസം, റെക്ടിക്കുലം, അബോമാസം, ഇതെല്ലാം ഇനിയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം.
സോ നെക്സ്റ്റ് നോക്കിയേ, ഡൈജഷൻ ഇൻ റൂമിനൻസ്. റൂമിനൻസിൽ എങ്ങനെയാണ് ഡൈജഷൻ നടക്കുന്നത് നോക്കാം. ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് ആർ നോൺ ആസ് റൂമിനൻസ് ആണല്ലോ. ആനിമൽസ് ലൈക്ക് കൗസ്, ഗോഡ്സ് ആൻഡ് ബഫലോസ് ഈറ്റ് ഗ്രാസ്. These animals swallow grass quickly and store in a sac-like structure called the rumen. First പറഞ്ഞത്. Okay. Rumen forms the first stomach and is four chambered. അപ്പോൾ റൂമൻ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് സ്റ്റൊമക്ക് എന്നാണ് പറയുന്നത്. ഫോംസ് ദ ഫസ്റ്റ് സ്റ്റൊമക്ക്. അതിൽ എത്ര ചേംബർ ഉണ്ട്? 4 ചേംബർ ഉണ്ട്. ഹിയർ ഫുഡ് ഈസ് പാർഷ്യലി ഡൈജസ്റ്റഡ് ആൻഡ് ഈസ് കോൾഡ് ദ കഡ്. അപ്പോൾ അവിടെ പാർഷ്യൽ ഡൈജഷൻ നടക്കുന്നു. അതിനെ വിളിക്കുന്ന പേരെന്താണ്? കഡ് എന്ന്. ഓക്കെ. പ്ലാന്റ്സ് കണ്ടെയ്ൻ സെല്ലുലോസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഗ്രീൻ ലീവ്സിലാണ് കൂടുതലും സെല്ലുലോസ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സിൽ എന്തുണ്ട്? സെല്ലുലോസ് ഉണ്ട്. സെല്ലുലോസ് ഈസ് എ കോംപ്ലക്സ് സ്ട്രക്ചർ വിച്ച് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ പാർട്ടിക്കിൾസ് ഇൻ ദ റൂമൻ. അപ്പോൾ റൂമനിൽ വന്നിട്ടാണ് എന്ത് നടക്കുന്നത്? ഇതിന്റെ ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്? സെല്ലുലോസ് എന്ന് പറയുന്നത്. സോ അതിന്റെ എന്താണ് ബ്രേക്ക് ഡൗൺ നടക്കുന്നത് എവിടെയാണ്? റൂമനിൽ വെച്ചിട്ടാണ്. ദ പ്രോസസ് വെയർ കട്ട് റിട്ടേൺസ് ടു ദ മൗത്ത് ഇൻ സ്മോൾ ലംസ് ഫോർ റൂമിനൻസ് ടു ച്യൂ ഈസ് കോൾഡ് വാട്ട്? റൂമിനേഷൻ. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കഡ് തിരിച്ചെവിടെ എത്തുന്നു? ഈ ആനിമലിന്റെ മൗത്തിലെത്തുന്നു. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റൂമിനേഷൻ എന്നും അത് ചെയ്യുന്ന ആനിമൽസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റൂമിനൻസ് എന്നും. ക്ലിയർ ആയോ? ഒന്നുകൂടെ നോക്കാം. ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് ആർ നോൺ ആസ് റൂമിനൻസ്. ആനിമൽസ് ലൈക്ക് കൗസ്, ഗോഡ്സ് ആൻഡ് ബഫലോസ് ഈറ്റ് ഗ്രാസ്. ദീസ് ആനിമൽസ് swallow grass quickly and store in a sac-like structure called what? Rumen. Rumen forms the first stomach and is four-chambered. Here, food is partially digested and is called the cud. Plants contain cellulose in large quantities. Cellulose is a complex structure which is broken down into simpler particles in the rumen. The process where cud returns to the mouth in small lumps for ruminants to chew is called what? Rumination. സോ ഇത് മുന്നത്തെ സ്ലൈഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് സ്പീഡായിട്ട് പറഞ്ഞത്. ഓക്കെ, നിങ്ങളൊന്നുകൂടെ വായിച്ചു നോക്കുക. സോ നോക്കിയേ, റൂമിനേഷൻ ഈസ് എയ്ഡഡ്. ഇപ്പോൾ റൂമിനേഷൻ വരെ നമ്മൾ പറഞ്ഞു. റൂമിനേഷൻ ഈസ് എയ്ഡഡ് ബൈ ബാക്ടീരിയ പ്രസന്റ് ഇൻ ദ റൂമൻ വിച്ച് ബ്രേക്സ് ഡൗൺ സെല്ലുലോസ് ഇൻ പ്ലാന്റ്സ്. സോ പ്ലാന്റ്സിലെ സെല്ലുലോസ് എന്ന് പറയുന്ന പാർട്ടിനെ, സോ പ്ലാന്റ്സിൽ അടങ്ങിയിരിക്കുന്ന സെല്ലുലോസിനെ ബ്രേക്ക് ഡൗൺ നടക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞു? റൂമനിലാണ്. റൂമനിലൊരു ബാക്ടീരിയ ഉണ്ടെന്ന് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. ഓക്കെ. ദ ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് ദെൻ പാസ്ഡ് ടു ദ റെക്ടിക്കുലം. പിന്നെ ഈ ഡൈജഷൻ കംപ്ലീറ്റ് ആയി അവിടെ കംപ്ലീറ്റ് ആയ ഫുഡ് എവിടെയാണ്? റെക്ടിക്കുലത്തിലേക്കാണ് പാസ് ചെയ്യുന്നത്. സം ആനിമൽസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻസ് കനോട്ട് ഡൈജസ്റ്റ് സെല്ലുലോസ് ഫോർ ഇറ്റ്സ് കോംപ്ലക്സ് സ്ട്രക്ചർ. ചില ആനിമൽസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻസ് ആയാൽ പോലും സെല്ലുലോസിന്റെ ഡൈജഷൻ നടക്കാൻ എന്താണ്? ബുദ്ധിമുട്ടാണ്. കനോട്ട് ഡൈജസ്റ്റ് സെല്ലുലോസ് ഫോർ ഇറ്റ്സ് കോംപ്ലക്സ് സ്ട്രക്ചർ. മീൻസ് അതിന്റെ സ്ട്രക്ചർ എന്താണ്? അതായത് പ്രോട്ടീൻ, ഫാറ്റ്സ് ഇതുപോലെ തന്നെയുള്ളൊരു സംഭവമാണ് എന്ത്? സെല്ലുലോസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെയൊക്കെ എന്താണ്? ബ്രേക്ക് ഡൗൺ ഈസിയാണ്. പക്ഷെ സെല്ലുലോസിന്റെ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് എന്താണ്? ഈസി അല്ല. അപ്പോൾ അതെന്താണ്? ചില ആനിമൽസിൽ ഇൻക്ലൂഡിംഗ് ഹ്യൂമൻസ് ആയാൽ പോലും കനോട്ട് ഡൈജസ്റ്റ് സെല്ലുലോസ് ഫോർ ഇറ്റ്സ് കോംപ്ലക്സ് സ്ട്രക്ചർ. ക്ലിയർ ആയോ? സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫീഡിങ് ആൻഡ് ഡൈജഷൻ ഇൻ അമീബ. അമീബയുടെ സ്ട്രക്ചറാണ് മുകളിൽ കാണിച്ചേക്കുന്നത്. ഞാൻ വായിക്കാൻ നോക്കിയേ. അമീബ ഈസ് എ മൈക്രോസ്കോപ്പിക് സിംഗിൾ സെൽഡ് ഓർഗാനിസം ഫൗണ്ട് ഇൻ പോണ്ട് വാട്ടർ. സോ പോണ്ട് വാട്ടറിൽ കാണപ്പെടുന്ന സിംഗിൾ സെൽ, ഒരു സെല്ലുള്ള ഒരു ഓർഗാനിസം ആണ് എന്ന് പറയുന്നത് അമീബ എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോസ്കോപ്പിക് ആണ്. മൈക്രോസ്കോപ്പിൽ കൂടി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനെ വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? Amoeba has a cell membrane, a rounded dense nucleus and many small bubble-like vacuoles in its cytoplasm. So നോക്കിയേ, അമീബയ്ക്ക് എന്തുണ്ട്? ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്, റൗണ്ടഡ് ഡെൻസ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ പിക്ചർ അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെ പിക്ചറാണ്. ഡെൻസ് ന്യൂക്ലിയസ് ഉണ്ട് ആൻഡ് മെനി സ്മോൾ ബബിൾ ലൈക്ക് വാക്യൂൾസ് ഇൻ ഇറ്റ് സൈറ്റോപ്ലാസം. ആ ഫുഡ് വാക്യൂൾസ് ആണ് കാണിച്ചേക്കുന്നത്. കണ്ടോ? റൗണ്ട് ഷേപ്പിൽ, ആ ബ്ലൂ കളറിൽ എന്താണ്? സ്മോൾ ബബിൾ ലൈക്ക് വാക്യൂൾസ് ഇൻ ഇറ്റ് സൈറ്റോപ്ലാസം. അമീബ കോൺസ്റ്റന്റ്ലി ചേഞ്ചസ് ഇറ്റ് ഷേപ്പ് ആൻഡ് പൊസിഷൻ. അമീബ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ഷേപ്പ് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തനി തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും അതിന്. അതിന്റെ പൊസിഷനും അതിന്റെ എന്താണ് ഷേപ്പും അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇറ്റ് പുഷസ് ഔട്ട് വൺ ഓർ മോർ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് സ്യൂഡോപോഡിയ ഓർ ഫോൾസ് ഫീറ്റ്. കണ്ടോ? പ്രൊജക്ഷൻസ് കണ്ടോ? ഇങ്ങനെ എന്താണ്? അതിന്റെ ഷേപ്പിൽ എന്താണ്? ഫിംഗർ പോലെ കണ്ടല്ലോ. അപ്പോൾ അതന്നെയാണ് പ്രൊജക്ഷൻസ് പറയുന്നത്. അതിന് സ്യൂഡോപോഡിയ അല്ലെങ്കിൽ ഫോൾസ് ഫീറ്റ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഫോർ മൂവ്മെന്റ് ആൻഡ് ക്യാപ്ചർ ഓഫ് ഫുഡ്. അപ്പോൾ അതിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ടും പിന്നെ ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്തുണ്ട്? ഈ ഒരു സ്യൂഡോപോഡിയാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെന്ത് ചെയ്യുന്നു? അതിന്റെ പ്രേ കാണുമ്പോൾ അതെന്ത് ചെയ്യുന്നു? ഈ സ്യൂഡോപോഡിയെ പുഷ് ചെയ്യുന്നു. ഇറ്റ് പുഷസ് ഔട്ട് വൺ അല്ലെങ്കിൽ മോർ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. എന്നിട്ട് എന്ത് ചെയ്യും? ക്യാപ്ചർ ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ? സോ ഒന്നുകൂടെ നോക്കിയേ. അമീബ ഈസ് എ മൈക്രോസ്കോപ്പിക് സിംഗിൾ സെൽഡ് ഓർഗാനിസം ഫൗണ്ട് ഇൻ വെയർ
Pond water. Amoeba has a cell membrane, a rounded dense nucleus, and many small bubble-like vacuoles in its cytoplasm. Amoeba constantly changes its shape and position. It pushes out one or more finger-like projections called what? Pseudopodia or false feet for movement and capture of food. Clear ആയോ? ഓക്കെ, അമീബ ഫീഡ്സ് ഓൺ സം മൈക്രോസ്കോപ്പിക് ഓർഗാനിസം. സോ അമീബയുടെ എന്താണ് ആഹാരം എന്ന് പറയുന്നത് എന്താണ്? മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് തന്നെയാണ്. വെൻ ഇറ്റ് സെൻസസ് ഫുഡ് സെൻസ് ചെയ്യുമ്പോൾ അടുത്തെത്തിയെന്ന് മനസ്സിലാവുമ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് പുഷസ് ഔട്ട് സ്യൂഡോപോഡിയ അറൌണ്ട് ദ ഫുഡ് പാർട്ടിക്കിൾ ആൻഡ് എൻഗൾഫ് ഇറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? ഫുഡ് അടുത്ത് വന്നു എന്ന് മനസ്സിലാവുമ്പോൾ ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്, അതിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? സ്യൂഡോപോഡിയ അല്ലേ? ഈ ഫുഡ് പാർട്ടിക്കിളിന് ചുറ്റും എന്ത് ചെയ്യാൻ തുടങ്ങും? വന്ന് നിൽക്കും. ഓക്കെ, എന്നിട്ട് അതിനെ എൻഗൾഫ് ചെയ്യാന്ന് വെച്ചാൽ അതിനെ അങ്ങനെ ട്രാപ്പ് ചെയ്യും. ഓക്കെ, ദ ഫുഡ് ബിക്കംസ് ട്രാപ്ഡ് ഇൻ എ ഫുഡ് വാക്യൂൾ. അപ്പോൾ ഫുഡ് എന്ത് ചെയ്യും? ട്രാപ്പ് ചെയ്യപ്പെടുന്നു. ഫുഡ് വാക്യൂളിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു? ട്രാപ്പ് ചെയ്യുന്നു. ഡൈജസ്റ്റീവ് ജ്യൂസസ് ആർ സെക്രീറ്റഡ് ഇൻ ടു ദ ഫുഡ് വാക്യൂൾ. അപ്പോൾ ഫുഡ് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഉടനെ എന്താണ്? നമ്മൾ ഹ്യൂമൻസിലായാലും ഡൈജസ്റ്റീവ് ജ്യൂസാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നു ഫുഡ് വാക്യൂളിൻ്റെ അകത്തേക്ക്. ദേ ആക്ട് ഓൺ ദ ഫുഡ് ആൻഡ് ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസസ്. സോ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പോലെ തന്നെ അമീബയിലും എന്ത് നടക്കുന്നു? ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീഷൻ നടക്കുന്നു അവിടെ. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? ഫുഡിൽ ആക്ട് ചെയ്യുകയും ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിംപ്ലർ സബ്സ്റ്റൻസ് ആക്കി മാറ്റുകയും ചെയ്യുന്നു. ഗ്രാജുവലി ദ ഡൈജസ്റ്റഡ് ഫുഡ് ഗെറ്റ് അബ്സോർബ്ഡ്. പതുക്കെ എന്ത് ചെയ്യുന്നു? ആ ഡൈജസ്റ്റ് ചെയ്ത ഫുഡ് അബ്സോർബ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ദ അബ്സോർബ്ഡ് സബ്സ്റ്റൻസസ് ആർ യൂസ്ഡ് ഫോർ ഗ്രോത്ത്, മെയിൻ്റനൻസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. സോ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യപ്പെട്ട സബ്സ്റ്റൻസിനെ അതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടും മെയിൻ്റനൻസിനും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. Then the undigested residue of the food is expelled outside by the vacuole. വാക്യൂൾ വഴി തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അത് ഡൈജസ്റ്റഡ് വേസ്റ്റ് എന്ന് പറഞ്ഞ് കണ്ടോ താഴെ ആ ബ്ലൂ കളർ. അപ്പോൾ അൺഡൈജസ്റ്റഡ് റെസിഡ്യൂ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വാക്യൂൾ വഴി തന്നെയാണ് എക്സ്പെൽ ചെയ്യുന്നത്. ദ ബേസിക് പ്രോസസ് ഓഫ് ഡൈജഷൻ ഓഫ് ഫുഡ് ആൻഡ് റിലീസ് ഓഫ് എനർജി ഈസ് ദ സെയിം ഇൻ ഓൾ ആനിമൽസ്. അപ്പോൾ ബേസിക് പ്രോസസ്സ് എല്ലാത്തിലും എല്ലാ ആനിമൽസിലും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. അമീബ ഫീഡ്സ് ഓൺ സം മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ്. വെൻ ഇറ്റ് സെൻസസ് ഫുഡ് ഇറ്റ് പുഷസ് ഔട്ട് സ്യൂഡോപോഡിയ അറൌണ്ട് ദ ഫുഡ് പാർട്ടിക്കിൾ ആൻഡ് എൻഗൾഫ് ഇറ്റ്. Okay, the food becomes trapped in a food vacuole. Digestive juices are secreted into the food vacuole. They act on the food and break it down into simpler substances. Gradually, the digested food gets absorbed. The absorbed substances are used for growth, maintenance and multiplication. Then undigested residue of the food is expelled out by the vacuole. പിന്നെന്താ പറയുന്നത്? ബേസിക് പ്രോസസ് ഓഫ് ഡൈജഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്നത് ഫുഡും അതല്ല റിലീസ് ഓഫ് എനർജി എന്ന് പറയുന്നതും എല്ലാ ആനിമൽസിലും എന്താണ്? സെയിം തന്നെയാണ്. ക്ലിയർ ആയോ? ഇത്രയും ടോപ്പിക്സാണ് നിങ്ങളുടെ എന്താണ് സെക്കൻഡ് ചാപ്റ്റർ ന്യൂട്രീഷൻ ഇൻ ആനിമൽസിൽ വരുന്നത്. ക്ലിയർ. സോ ഇനി ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഞാൻ ഡേറ്റ ഹാൻഡ്ലിംഗ് ആയിരിക്കും എടുക്കുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡേറ്റ ഹാൻഡ്ലിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തേർഡ് ചാപ്റ്ററും ഫോർത്ത് ചാപ്റ്ററും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളതൊന്ന് ഓർക്കുക, വെച്ചാൽ നിങ്ങൾക്ക് സ്കൂളിലാണെങ്കിൽ ടീച്ചർ ഒരു എക്സസൈസ് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ ഉള്ളതിൽ 5 ക്വസ്റ്റ്യൻസ് സ്കൂളിൽ ചെയ്യിപ്പിച്ചിട്ട് ബാക്കി ഹോംവർക്ക് ആയിട്ടായിരിക്കും തരുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. എക്സസൈസിലുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും ഇടാതെ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ടൈം എടുക്കുന്നത്. ഓക്കെ, ഒരു ചാപ്റ്റർ തീരാൻ തന്നെ ഏകദേശം നല്ല സമയം എടുക്കും. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് ഒരുപാട് എക്സസൈസ് ഉണ്ട്. അപ്പോൾ ഓരോ എക്സസൈസിലും ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ സബ്ബായിട്ടൊരു 10-12 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ. അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. എക്സാമിന് മുന്നേ നമുക്ക് എടുക്കാം. ഓക്കെ, സോ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് സ്റ്റാറ്റസ് ആക്കി ഇടുക. ഓക്കെ, നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡേറ്റ ഹാൻഡ്ലിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? ഈ വീഡിയോ കാണാം. ഓക്കെ, ബൈ. പിന്നെ ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാനൊരു വീഡിയോ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക. മാക്സിമം ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടേക്കാം. പിന്നെ നിങ്ങളുടെ എക്സസൈസ് ക്വസ്റ്റ്യൻ ചെയ്തു തരുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ എനിക്ക് പോർഷൻസ് നീങ്ങില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സസൈസ് കൂടി എടുത്തു തരാൻ വേണ്ടിയിട്ട്. നടക്കില്ല കേട്ടോ, അതുകൊണ്ടാണ്. മാത്സിൻ്റെ ഞാൻ എല്ലാം ചെയ്തു തരാം. പക്ഷേ സയൻസിൻ്റെത് അതും കൂടെ ഇടുമ്പോൾ എനിക്ക് ടൈം കിട്ടില്ല. അപ്പോൾ നമ്മുടെ പോർഷൻസ് തീരില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യുക? സ്കൂളിൽ തരുന്ന നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഒരുപാട് സൈറ്റിൽ അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ടോപ്പിക്ക് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ ഞാൻ പറയുന്ന ഒരു കഥ പോലെ കേട്ടിരുന്നാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് വായിക്കുക. അത് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? ഒരു പ്രാവശ്യം കൊണ്ട് ടെക്സ്റ്റ് വായിക്കുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ബൈ.